നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ഉണ്ടെന്ന് സംബന്ധിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ LDF വോട്ടുകളും അൻവർ പിടിച്ചു. RSS പരാമർശം നിലമ്പൂരിലെ വോട്ട് കുറച്ചില്ലെന്നും മുഖ്യമന്ത്രി തന്നെ ശാസിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ആ വാക്കുകൾ: ഞങ്ങളിപ്പോൾ ആ രീതിയിലൊന്നുമല്ല അതിനെ കണ്ടത്. 9 കൊല്ലക്കാലം അവിടെ MLA ആയി പ്രവർത്തിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി എന്ന രീതിയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ മുൻകൈ MLAക്ക് ഉള്ളതാണ്. പക്ഷേ അത് പാർട്ടിയുടേതായ മുൻകൈയിൽ നടക്കുന്ന പ്രവർത്തനം എന്നതിന് പകരം MLAയുടേതായ പ്രവർത്തനമാണെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമം അദ്ദേഹത്തിന് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ 66,660 വോട്ട് കിട്ടൂല്ലോ. തിരുവനന്തപുരത്തു നിന്നും അർജുൻ രാജുണ്ട്. അർജുൻ, ഒടുവിൽ MV ഗോവിന്ദൻ പറയുകയാണ് അൻവർ ഫാക്ടർ ഉണ്ടെന്ന് അങ്ങ് സമ്മതിക്കുക തന്നെയാണ് അദ്ദേഹം ചെയ്തു വെക്കുന്നത്. മാത്രമല്ല, ഈ RSS പരാമർശം നിലമ്പൂരിൽ വോട്ട് കുറച്ചില്ലെന്നും മുഖ്യമന്ത്രി തന്നെ ശാസിച്ചിട്ടില്ലെന്നുമൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തരത്തിലായിരുന്നു? ഇക്കാര്യത്തിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് MV ഗോവിന്ദൻ പ്രധാനമായും നൽകുന്നത്. നേരത്തെ തന്നെ അൻവറുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ പാർട്ടി വോട്ടുകൾ LDF വോട്ടുകൾ ഉൾപ്പെടെ അൻവർ സമാഹരിച്ചു എന്ന വിലയിരുത്തൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും ഉണ്ടായിരുന്നു. അത് ഇന്ന് അംഗീകരിക്കുകയാണ് MV ഗോവിന്ദൻ ചെയ്തിട്ടുള്ളത്. MV ഗോവിന്ദൻ സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടി LDFൽ എത്തുന്ന ഘട്ടത്തിൽ 16,000-ഓളം വോട്ടുകൾ അദ്ദേഹത്തിന് സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. തിരിച്ച് LDF വിട്ട ഘട്ടത്തിൽ ആ വോട്ടുകൾ LDFൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, പരമ്പരാഗതമായി LDFൽ ലഭിച്ചിരുന്ന വോട്ടുകൾ കൂടി അൻവറിന് സമാഹരിക്കാൻ കഴിഞ്ഞുവെന്നാണ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ഒപ്പം തന്നെ ഈ 9 വർഷക്കാലം LDFന്റെ സ്വതന്ത്രൻ എന്ന നിലയ്ക്ക് MLA എന്ന നിലയ്ക്ക് ഉള്ള സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരുന്നത് സ്വന്തം വികസന പ്രവർത്തനങ്ങളെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അൻവർ അവിടെ രാഷ്ട്രീയ പ്രചാരണം നടത്തിയത്. അതുവഴിയും അൻവറിന് വോട്ട് ലഭിച്ചുവെന്നാണ് പാർട്ടി സെക്രട്ടറി വിശദീകരിക്കുന്നത്. അങ്ങനെ അൻവർ ഫാക്ടർ അവിടെ വർക്ക് ചെയ്തു, അൻവർ ഫാക്ടർ LDFന് ദോഷകരമായി സംഭവിച്ചു എന്ന വിലയിരുത്തലാണ് പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. മറ്റൊന്ന്, നേരത്തെ സംഗീത പറഞ്ഞതുപോലെ തന്നെ RSSമായി സഹകരണം ഉണ്ടായിട്ടുണ്ടെന്നുള്ള പാർട്ടി സെക്രട്ടറിയുടെ പരാമർശം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും വിമർശനം ഉയർന്നിരുന്നു. അതിനു മുൻപ് ജില്ലാ സെക്രട്ടറിമാരുടെ ക്ലാസ്സിൽ മുഖ്യമന്ത്രി മൈക്ക് കാണുമ്പോൾ എന്തും വിളിച്ചു പറയുന്ന ശാസന നടത്തിയിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പൂർണ്ണമായും അത്തരത്തിലുള്ള വാർത്തകളെ നിരാകരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്കെതിരെ P രാജീവും എളമരം കരീമും പേര് പറയാതെ വിമർശനം ഉന്നയിച്ചു എന്നുള്ള വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെ ശാസിച്ചു എന്നുള്ള വാർത്തയും വസ്തുതാവിരുദ്ധമാണെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യം കഴിഞ്ഞ ഇന്നലത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ചു. ഇത്തരത്തിലുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടികളെടുക്കാൻ ഏകകണ്ഠമായി CPMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചുവെന്നാണ് പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്ത നൽകിയിട്ടുള്ള ചില പത്രങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് അയക്കാനും CPMന്റെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയത്ത് കഴിഞ്ഞ 3 ദിവസം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചർച്ച നടന്ന ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന്റെ RSS പരാമർശം ചർച്ചയായോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായിട്ടുള്ള മറുപടി നൽകിയില്ല. മുഖ്യമന്ത്രിയും താനും മാധ്യമങ്ങളോട് വിശദീകരിച്ചതിന് ശേഷം പൊതുമണ്ഡലത്തിൽ ആ വിഷയം അവസാനിച്ചുവെന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറുകയാണ് പാർട്ടി സെക്രട്ടറി ചെയ്തിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള വാർത്തകളെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി. സംഗീത. ശരി അർജുൻ.